അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ അഖീദയുടെ സമ്പൂർണ്ണ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ 8ാം പാഠം മുതൽ ലാസ്റ്റ് വരെ നോക്കും, പിന്നീട് 1ാം പാഠം മുതൽ നോക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പാഠഭാഗത്തിൻ്റെയും ലാസ്റ്റ് പാഠം കഴിഞ്ഞിട്ട് അപ്പുറത്തെ പേജിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നന്നായി പഠിച്ചിട്ട് പോകണം. കാരണം എന്താ അറിയോ, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കണം എല്ലാവരും. അപ്പോൾ 8ാമത്തെ പാഠം അൽ യൗമുൽ ആഖിർ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: എപ്പോഴാണ് ഈ ലോകം നശിക്കുക, അല്ലെങ്കിൽ അവസാന നാൾ എന്ന് പറയുന്ന ഏതിനാണ്? എന്താ അതിൻ്റെ ഉത്തരം? ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് അത് സംഭവിക്കുക. ഏത്? ലോകം നശിക്കുക. അതിനുശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. അപ്പൊ എന്താ ഉത്തരം എഴുതേണ്ടത്? അവസാന നാൾ എന്നാണ് ചോദിച്ചത്, എന്താ ഉത്തരം എഴുതേണ്ടത്? ഇസ്റാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം നശിക്കും. അതിനുശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, രണ്ടാമത് ഊതുമ്പോൾ എത്ര വർഷം കഴിയണം? പിന്നീട് 40 വർഷം കഴിഞ്ഞാണ് രണ്ടാമത് ഇസ്റാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുന്നത്. എത്ര? 40 വർഷം. 40 വർഷം പഠിച്ചില്ലേ? അടുത്തത്, ഊതുന്ന മലക്കിന്റെ പേര് നമ്മൾ പണ്ടേ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാം. എല്ലാവരും ഹയാത്താവുകയും ചെയ്യും. അതായത് രണ്ടാമത് ഊതുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും ഹയാത്താവുകയും ചെയ്യും. അടുത്തത്, ശേഷം എല്ലാവരും ഒരേ സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എല്ലാവരെയും ഒരേ സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ആ സ്ഥലമാണ് ഏത്? മഹ്ഷർ. അപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് പഠിക്കാം, മഹ്ഷർ. സ്പെല്ലിങ് പഠിക്കാം, മഹ്ഷർ. പിന്നെ മഹ്ഷറിൽ വെച്ച് വിചാരണ നടത്തപ്പെടും. അപ്പോൾ ഇവിടെ ചോദ്യം, എവിടെ വെച്ചാണ് വിചാരണ നടത്തപ്പെടുക? മഹ്ഷറിൽ. അടുത്ത്, മഹ്ഷറിൽ വെച്ച് ഡാഷ് വിചാരണ നടത്തപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും ഈ ലോകത്ത് വെച്ച് ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. പിന്നെ അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള എന്താണ്? ഈ ലോകത്ത് വെച്ച് ചെയ്ത ചെറുതും വലുതുമായ ഡാഷ് മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത്, ഈ ലോകത്ത് വെച്ച് ചെയ്ത ചെറുതും വലുതുമായ ഡാഷ് മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. ഇത് ഏത് വാക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് പൂരിപ്പിക്കാൻ. അടുത്തത്, അമലുകളെല്ലാം എന്താ തുലാസിന്റെ പേര്? മീസാൻ എന്ന തുലാസ്. മീസാൻ എന്ന തുലാസ്. മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും. നന്മ കൂടിയവർക്ക് ഡാഷ് തക്ക പ്രതിഫലം. എങ്ങനെ പ്രതിഫലം എഴുതി നോക്ക്? പ്രതിഫലം. പാ കഴിഞ്ഞിട്ട് ഹാ വേണം. തിന്മ കൂടിയവർക്ക് ഡാഷ് അർഹമായ ശിക്ഷയും നൽകപ്പെടും. നന്മകൾ പ്രവർത്തിച്ച് സ്വർഗാവകാശികളാൻ ഉൾപ്പെടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ചോദ്യോത്തരം നോക്കാം. ഈ ലോകവും അതിലുള്ളതും നശിക്കുന്നത് എപ്പോൾ? അപ്പൊ എന്താ ഉത്തരം എഴുതണ്ടേ? ഇസ്റാഫീൽ അലൈഹിസ്സലാം. അലൈഹിസ്സലാം എന്നുള്ളത് നിങ്ങൾ അയിന് എഴുതിയാൽ മതി, അത് ബേജാറാവുന്നു വേണ്ട കേട്ടോ. അയിന് ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ. അടുത്തത്, ഇസ്റാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതുന്നത് എപ്പോൾ? എന്താ ഉത്തരം എഴുതേണ്ടത്? ആദ്യം ഊതിയതിന് ശേഷം 40 ദിവസത്തിന് ശേഷം. എന്താ എഴുതേണ്ടത്? ആദ്യത്തെ ഊത്ത് കഴിഞ്ഞ് 40 വർഷം 40 ദിവസമല്ല, 40 വർഷം കഴിഞ്ഞാണ്. 40 വർഷം പഠിച്ചില്ലേ? രണ്ടാമത് ഊതിയപ്പോഴാണ് 40 വർഷം. അടുത്തത് കഴിഞ്ഞ്. അടുത്തത്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും എവിടെ? വളരെ സിമ്പിളാണ് ഉത്തരം, മഹ്ഷർ. നന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് എന്ത്? അത് രണ്ടും പഠിക്കുക. നന്മ കൂടിയവർക്ക് ഡാഷ്, മറ്റവർക്ക് ഡാഷ്. എന്താ? നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലം. തക്ക പ്രതിഫലം. തക്ക പ്രതിഫലം. തിന്മ കൂടിയവർക്ക് അർഹമായ ശിക്ഷ. അർഹമായ ശിക്ഷ പഠിച്ചില്ലേ? തിന്മ കൂടിയവർക്ക് അർഹമായ ശിക്ഷ, നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലം. അത് രണ്ടും പഠിച്ചു. അടുത്ത് പൂരിപ്പിക്കാനാ. മഹ്ഷറിൽ വെച്ച് ഡാഷ് നടത്തപ്പെടും. എന്താണ്? വിചാരണ. എങ്ങനെ വിചാരണ ഇത് നോക്കുക? കണ്ടോ? വിചാരണ നടത്തപ്പെടും. വിചാരണ. അടുത്തത്, അമലുകൾ ഡാഷ് തൂക്കപ്പെടും. എന്താ ആ തുലാസിന്റെ പേര്? മീസാൻ എന്ന തുലാസ്. മീസാൻ എന്ന തുലാസ്. മീസാൻ എന്ന തുലാസ്.
അടുത്തത് അവിടെ തൂക്കപ്പെടുന്നു എഴുതാൻ പഠിക്കട്ടോ. ഇങ്ങനെയും ചോദ്യം വരും. അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിൽ ഡാഷ് എന്താ തൂക്കപ്പെടും, അത് എഴുതാൻ പഠിക്കാം. അടുത്ത് ചെറുതും വലുതുമായ ഡാഷ് വെളിവാക്കപ്പെടും. അത് വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ മുഴുവൻ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടും. ഇത് നന്നായി പഠിക്കട്ടോ. ചെറുതും വലുതുമായ ഡാഷ്, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ പാഠം കഴിഞ്ഞു. അടുത്ത പാഠം അൽ ജന്നത്തു വന്നാറു. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, ഈ ലോകത്ത് നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അർഹമായ പ്രതിഫലവും എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും തുല്യമായ ശിക്ഷയും നൽകാനായി അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങളാണ് ഡാഷ് സ്വർഗവും നരകവും. ഭവനങ്ങളാണ് എന്ത് സ്വർഗം. എഴുതട്ടെ. സ്വർഗം എഴുതുമ്പോൾ സ്വർഗവും നരകവും. പഠിച്ചില്ലേ? അടുത്തത്, ഈ ലോകത്ത് നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്ക് അർഹമായ പ്രതിഫലം എന്തിനാണ്? നല്ല കാര്യങ്ങൾക്ക്. പിന്നെ തുല്യമായ ശിക്ഷ എന്തിനാണ്? ദുഷ്കർമ്മങ്ങൾ തുല്യമായ ശിക്ഷ. പഠിച്ചില്ലേ? 2 ഭവനങ്ങളെ പേര് സ്വർഗവും നരകവും. അടുത്തത്, തക്കതായ ശിക്ഷയും നൽകാൻ ദുനിയാവിൽ വെച്ച് സാധ്യമല്ല. എന്ത്? ചെയ്ത നന്മകൾക്ക് അർഹമായ പ്രതിഫലവും തിന്മകൾക്ക് തക്കതായ ശിക്ഷയും നൽകാൻ ദുനിയാവിൽ വെച്ച് ഡാഷ് സാധ്യമല്ല. എഴുതാൻ പഠിക്കുക. സാധ്യമല്ല. ധക്ക് ശബ്ദ് വേണം, പിന്നെ രഹ വേണം, പെയ്യമല്ല. ഓക്കെ. 100 പേരെ വധിച്ചവനും ഒരാളെ വധിച്ചവനും ഇവിടെ നിന്ന് നൽകാവുന്ന പരമാവധി ശിക്ഷ അവനെ കൊല്ലൽ മാത്രമാണ്. അവനെന്താണ് പരമാവധി ശിക്ഷ? എന്താണ്? അവനെ കൊല്ലൽ മാത്രമാണ്. ഒരു വട്ടല്ലേ കൊല്ലാൻ കഴിയുള്ളൂ. 100 ആളെ കൊന്ന ആൾ 100 വട്ടം കൊല്ലേണ്ട അയാളെ, അപ്പോഴേ ശരിയാവുള്ളൂ. പക്ഷെ അയാൾ ഒരൊറ്റ കൊല്ലാൻ കഴിയുള്ളൂ ഇവിടെ വെച്ചിട്ട്. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് എത്തിയാലോ അയാൾക്ക് പിന്നെയും ജീവൻ കൊടുത്ത് 100 വട്ടം കൊല്ലാം. അതാണ് സംഭവം. അടുത്ത്, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനസ്സിലും ഉദിക്കാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചുള്ളത്. അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചുള്ളത് എങ്ങനെയാണ്? ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹം. അപ്പൊ അത് പാട്ടായി പഠിക്കുക. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ. ഇതാണ് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അടുത്തത്, ഡാഷ് എല്ലാം അവിടെ ലഭിക്കും. ആഗ്രഹിച്ചവയെല്ലാം. എങ്ങനെ എഴുതാൻ നോക്കുക? ആഗ്രഹിച്ചവയെല്ലാം അവിടെ ലഭിക്കും. ഇനി ദുനിയാവിലെ തീയേക്കാൾ 79, ഇവിടെ 79 തെറ്റിട്ടുണ്ട്, തെറ്റാണ്, അങ്ങനെയല്ല വേണ്ടത്. 79 കേട്ടോ. ദുനിയാവിലെ തീയേക്കാൾ 79 ഇരട്ടി ചൂടുള്ള തീകുണ്ടാണ് നരകം. ഇവിടെ 2 കാര്യം പഠിക്കണം. ദുനിയാവിലെ തീന്റെ എത്ര ഇരട്ടി ചൂടാണ്? 79. അത് പഠിക്കുക. രണ്ടാമത് പഠിക്കാനുള്ള എന്താണ്? ഇത് പൂരിപ്പിക്കാൻ 79 ഇരട്ടി ചൂടുള്ള ഡാഷ് തീകുണ്ടാണ് നരകം. അതികഠിനമായ ശിക്ഷയാണ് അവിടെ ലഭിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ അടുത്ത് നോക്കുക. പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? സ്വർഗവും നരകവും. എഴുതാൻ അറിയില്ലേ? സ്പെല്ലിങ് നോക്കുക. അടുത്ത്, അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി എന്തെല്ലാം വെച്ചിട്ടുണ്ട്? എന്താണ് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചുള്ളത്? അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരം. ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ. അടുത്തത്, നരകത്തിലെ തീ ദുനിയാവിലെ തീയേക്കാൾ എത്ര ഇരട്ടിയാണ്? 79 ഇരട്ടി കേട്ടോ. അടുത്തത്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചറിയുക. ഇനി നമ്മളിവിടെ ചോദ്യോത്തരമില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പിന്നെ ആഗ്രഹിച്ചവെല്ലാം അവിടെ ലഭിക്കും. എവിടെ? സ്വർഗത്തിൽ. അടുത്ത, സ്വർഗത്തിൽ ഡാഷ് അവിടെ ലഭിക്കും. ആഗ്രഹിച്ചവയെല്ലാം. അത് എഴുതാം. പിന്നെ പഠിക്കാനുള്ള എന്താണ്? പിന്നെ പഠിക്കാനുള്ളത്, ദുനിയാവിലെ തീയേക്കാൾ 79 ഇരട്ടി ചൂടുള്ള തീ കൊണ്ടാണ് നരകം. അതികഠിനമായ ശിക്ഷയാണ് അവിടെ ലഭിക്കുക. ഡാഷ് ശിക്ഷയാണ് അവിടെ ലഭിക്കുക. കഠിനമായ. എഴുതാൻ പഠിക്കുക. കഠിനമായ. പിന്നെ ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ്, ഇത് ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. 10ാമത്തെ ലാസ്റ്റ് പാഠം, മാഷാ അല്ലാഹു ഖാൻ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഞാൻ പല കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിക്കാറുണ്ട്, അതിൽ പലതും നടക്കാതിരിക്കലില്ലേ? അതെന്തുകൊണ്ടാണ്? അപ്പൊ അത് ഫസ്റ്റ് ചോദ്യം അതാണ്. എന്താണ് നമ്മൾ തീരുമാനിച്ച കാര്യം നടക്കാതിരുന്നത്? ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് കാരണം. എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട് എഴുതിയാൽ മതി. ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പഠിച്ചില്ലേ? ഏത് കാര്യവും അള്ളാഹു ഡാഷ് ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പഠിച്ചു. അടുത്ത, നമുക്ക് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അള്ളാഹുവിന്റെ മുൻ തീരുമാനം അനുസരിച്ചാണ് എന്ന് നാം വിശ്വസിക്കണം. ഇവിടെ പഠിക്കാനുള്ള എന്താ അറിയോ? നമുക്ക് ലഭിക്കുന്ന
എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അള്ളാഹുവിന്റെ ഡാഷ്. അപ്പൊ ഇതാ പഠിക്കേണ്ടത്. മുൻ തീരുമാനം. എന്താ മുൻ തീരുമാനം എന്ന് പറഞ്ഞാൽ നേരത്തെ തീരുമാനിച്ചു അല്ലെ. മുൻ തീരുമാനം അനുസരിച്ചാണ് എന്ന് നാം വിശ്വസിക്കണം. എന്താ പഠിക്കേണ്ടത്? മുൻ തീരുമാനം അനുസരിച്ചാണ് എന്ന് നാം വിശ്വസിക്കണം. പഠിച്ചില്ലേ? അടുത്തത് എന്താണ്? ഇവിടെ ഇതാ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. നബിയെ താങ്കൾ പറയുക, നിശ്ചയം അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല. എന്താ പഠിക്കണ്ടേ? അർത്ഥം പഠിക്കുക, ആയത്തും പഠിക്കുക. നബിയെ താങ്കൾ പറയുക, നിശ്ചയം അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല. ഇത് പൂരിപ്പിക്കാൻ വരികയാണെങ്കിൽ ഇതായിരിക്കും പൂരിപ്പിക്കാൻ വരിക, ഒന്നും നമുക്ക് ഡാഷ് സംഭവിക്കുകയില്ല. അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാൻ വരും, നിശ്ചയം അള്ളാഹു ഡാഷ് ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല, കണക്കാക്കിയതല്ലാത്ത. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാം അള്ളാഹുവിൽ ഡാഷ് ഭരമേൽപ്പിക്കുക. ഇതെന്തായാലും വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ എഴുതാൻ നോക്കുക? ഭരമേൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നാം അള്ളാഹുവിൽ ഡാഷ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അടുത്ത് വരാൻ സാധ്യതയുണ്ട്. എന്താ പറയണ്ടേ? ഭരമേ. കാരണം ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കാണ്. എങ്ങനെ എഴുതുക? ഭരമേൽപ്പിക്കണം. പഠിച്ചില്ലേ? അടുത്തത് ഇത് ഈ അറബി എഴുതാൻ പഠിക്കുക. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. മരിക്കാതെ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിന്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. അതും കാണാതെ പഠിക്കുക. ചോദ്യത്തിന് ഉത്തരം നോക്കാം. നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു. എന്തുകൊണ്ട്? എന്താണ് ഉത്തരം? ഇതാ, ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്തത്, നാം ഭരമേൽപ്പിക്കണം ആരെ? വളരെ സിമ്പിൾ, അള്ളാഹുവിനെ. അടുത്ത, കുല്ലൻ യുസീബന ഇല്ലാമാ കതബല്ലാഹു ലനാ. അർത്ഥം എഴുതണം. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. അർത്ഥം എഴുതണം. പഠിച്ചില്ലേ? ഇനി നമ്മൾ ഒന്നാം പാഠം മുതൽ റിവിഷൻ നോക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ഒന്നാം പാഠത്തിൽ നമ്മളിനി ചോദ്യോത്തരങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാം പാഠത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എഴുതുക. എന്തൊക്കെ അള്ളാഹുവിന്റെ വിശേഷണം? 3. അള്ളാഹു ഒരുവനാണ്, പിന്നെ കൂട്ടുകാരില്ല, ആദ്യവും അവസാനം ഇല്ലാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും. ഇത് എളുപ്പമുണ്ടാവും. എല്ലാം കാണും പാട്ട് പഠിച്ചാണല്ലോ, അപ്പൊ അത് ഓർമ്മ ഉണ്ടാവും. എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ അത് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ പാഠത്തിൽ പഠിക്കാനുള്ള എന്താണ്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്ന എന്തിനാണ്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. പഠിച്ചില്ലേ? എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അടുത്തത് എന്താണ്? നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താ നമുക്ക് പരിധിയുള്ളത്? അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല. ആർക്ക്? അള്ളാഹുവിന് പരിമിതി ഇല്ല, നമുക്കോ പരിമിതി ഉണ്ട്. എന്തിനൊക്കെ? അറിവിനും കാഴ്ചക്കും കേൾവിക്കും. അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയുണ്ട്, പരിധിയില്ല. ആർക്ക് പരിധിയുണ്ട്? നമുക്ക് പരിധിയുണ്ട്, അള്ളാഹുവിന് പരിധിയില്ല. അടുത്തത്, ഇനി അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. അടുത്ത ഇത് പഠിക്കുക. ആരാധനക്കർഹൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അത് കാണാതെ പഠിക്കുക. പിന്നെ ഇവിടെ ഒരു പാട്ടുണ്ട്, ഈമാനുന ബില്ലാഹി. നമ്മൾ നേരത്തെ പഠിച്ച എല്ലാവർക്കും അറിയാം. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമി തഖ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിൻ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക്. മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ച്? പ്രകാശത്താൽ. പ്രകാശം എങ്ങനെ എഴുതാ പഠിച്ചിട്ടുണ്ടോ? പ്രാ 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 പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലക്കുകൾ ആരാകുന്നു? ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാ. എന്താ മലക്കുകൾ ആരാകുന്നു? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പഠിച്ചില്ലേ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. അടുത്തത്, മലക്കുകളുടെ വിശേഷങ്ങൾ 3 എഴുതുക. അപ്പോൾ നിർബന്ധമായി പഠിക്കുക. അള്ളാഹുവിന്റെ വിശേഷം നമ്മൾ പഠിച്ചു. പിന്നെ അപ്പോൾ മലക്കുകളുടെ വിശേഷണം നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് മലക്കുകളുടെ വിശേഷണം? എന്താണ്? അവർ സ്ത്രീകളോ പുരുഷന്മാരല്ല. അതെല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ കിട്ടുമല്ലോ. ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല. അപ്പോൾ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ ഇല്ല. അപ്പോൾ ഇല്ല 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 അല്ലേ? എന്തൊക്കെയാ? സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അല്ല അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല ഇല്ല ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യം ഇല്ല ഇല്ല ഇല്ല. ക്ഷീണമോ മറവിയോ ഇല്ല ഇല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും 2 പഠിച്ചു വെക്കുക കേട്ടോ, വരും. അടുത്തത്, മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്ത്? മാലിക് അലൈഹിസ്സലാം നരകം കാക്കുന്ന മലക്കല്ലേ? നരകം കാക്കുന്ന മലക്ക് ഏതാണ്? അപ്പൊ നരകം കാക്കലാണ് അതിന്റെ ഉത്തരം. നരകം കാക്കൽ.
പിന്നെ മീക്കായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഇടിമിന്നാണ് എല്ലാവർക്കും അറിയാം. നമ്മളെ സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ആരാണ്? ഇസ്രാഫിൽ. അത് എല്ലാവർക്കും അറിയാം. റൂഹുകൾ പിടിക്കുന്ന മലക്കാരാ? അസ്റായീൽ. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന മലക്കാരാ? മുങ്കർ നക്കീർ. ഇത് വരാൻ സാധ്യത കേട്ടോ, മുങ്കർ നക്കീർ അലൈഹിസ്സലാം. നന്മ തിന്മ എഴുതുന്ന മലക്ക് ഏതാണ്? റഖീബ് അതീദ് അലൈഹിസ്സലാം. പഠിച്ചില്ലേ? അപ്പൊ ഈ പാഠത്തില് അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എന്താ? നമുക്ക് പാട്ട് ആസ്വദിക്കാം. തഫ്സീലു അഷിരിൻ മിൻഹു. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. തഫ്സീലു അഷിരിൻ മിൻഹുമു ജിബ്രീലു. ഇത് ഇതുവരെ ഒരു പരീക്ഷയ്ക്ക് വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കാക്കൊല്ലത്തിന് അരക്കൊല്ലത്തിന് വന്നീനോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഏതായാലും കൊല്ലപ്പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. കാരണം പരീക്ഷ ടഫാണെങ്കിൽ ഇതൊക്കെ വരും. തഫ്സീലു അഷിരിൻ മിൻഹുമു ജിബ്രീലു മികാലു ഇസ്റാഫീലു അസ്റായീലു മുങ്കർ നകീറും വറഖീബും വകദ അതീദ് മാലികും വറിദ്വാനുൻ ഖുദാ. ഇവിടെ സ്വർഗം കാക്കണ മലക്കേതാ? അവിടെ റിദ്വാൻ അലൈഹിസ്സലാം. വഹി എത്തിക്കണ മലക്കേതാ? ജിബ്രീൽ അലൈഹിസ്സലാം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫിൽ അലൈഹിസ്സലാം. ഖബറിൽ ചോദ്യം ചെയ്യുന്ന മുങ്കർ അലൈഹിസ്സലാം. ഓക്കെ, അടുത്ത കിതാബുകൾ എന്നുള്ള പാഠം. പിന്നെ ഇവിടെ നമുക്ക് അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയില്ല. നമുക്കറിയില്ലേ ആ ചോദ്യത്തിന്റെ ഉത്തരം? അവരുടെ എണ്ണം ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? കഴിയും. പ്രധാനികളായ എത്ര മലക്കുകളാണ്? 10 മലക്കുകൾ. അതൊക്കെ നമുക്കറിയാം. പിന്നെ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തത് ഏതാണ്? മലക്കുകളിൽ വിശ്വസിക്കുക. രണ്ടാം പാഠം രണ്ടാം പാഠം രണ്ടാമത്തത്. ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തത് രണ്ടാം പാഠം. എന്താ രണ്ടാം പാഠത്തിന്റെ പേര്? മലക്കുകൾ വിശ്വസിക്കൽ. പഠിച്ചില്ലേ? അടുത്തത് കിതാബുകൾ. കിതാബുകൾ എന്നുള്ള പാഠത്തിൽ ചോദ്യത്തിൽ നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് ചോദ്യം നോക്കുക. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്രയാണ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ? അവതരിപ്പിച്ചാണ് ഇറക്കിയ കിതാബുകൾ. 4 കിതാബും 100 ഏടും. 400 പഠിച്ചു കേട്ടോ. 400. 4 കിതാബ് 100 ഏട്. പിന്നെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ്? ഇഹ പര വിജയം. എങ്ങനെ ഇഹ പര വിജയം എന്ന് എഴുതുക? ഇഹ എന്ന് പറഞ്ഞാൽ ദുനിയാവ്, ഈ ലോകം. പരം എന്ന് പറഞ്ഞാൽ പരലോകം. വിജയം. 2 സ്ഥലത്ത് നമ്മൾ വിജയിക്കണം. ഇവിടെ മാത്രം വിജയിച്ചാൽ പോരാ, പരലോകത്തും വിജയിക്കണം. ഇഹപര വിജയം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അടുത്ത് ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? അപ്പൊ ഇതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് അല്ലേ? ഇഹപര വിജയത്തിന് എന്താണ് ആവശ്യം? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അടുത്ത ചോദ്യം കണ്ടെത്താം. ആദ നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്രയാണ്? 10. സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ദാവൂദ് അലൈഹിസ്സലാം. ഷീസ് നബിക്ക് എത്ര ഏടുകളാണ് ഇറക്കപ്പെട്ടത്? 30 അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റില്ലേ? ഷീസ് നബി അലൈഹി സ്വലാമിന് എത്രയാണ്? 50 ആണ് അല്ലേ? 50 ആണ്. അപ്പൊ ഏത് നബിക്കാ 30 ഉള്ളത്? നമുക്ക് പഠിച്ച ഓർമ്മ ഉണ്ടോ? ഇദ്രീസ് നബി അലൈഹി സ്വലാമിനാണ് 30 അല്ലേ? അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ ഈ പാഠത്തിൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതാണ്. ഭാഷ എഴുതാനാണ്. ഭാഷ എഴുതാൻ വരാറുണ്ട്. തൗറാത്ത് ഇബ്രാനി ഹിബ്രു, സബൂർ യൂനാനി ഗ്രീക്ക്. അപ്പൊ ഇതിങ്ങനെ പഠിക്കുക. ഇബ്രാനി ഹിബ്രു, ഇബ്രാനി ഹിബ്രു, ഇബ്രാനി ഹിബ്രു, യൂനാനി ഗ്രീക്ക്, യൂനാനി ഗ്രീക്ക്, തൗറാത്ത് ഇബ്രാനി ഹിബ്രു, തൗറാത്ത് ഇബ്രാനി ഹിബ്രു, സബൂർ യൂനാനി ഗ്രീക്ക്. പിന്നെ ഇഞ്ചീല് സുരിയാനി സിരിയക്ക്, ഇഞ്ചീല് സുരിയാനി സിരിയക്ക്. പിന്നെ ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫുർഖാനുള്ളതും ഖുർആനാണ്, എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മലക്കളെ പേര് നിങ്ങൾക്ക് അറിയാലോ. ഓരോ കിതാബും ഏത് നബിക്കാ കിട്ടിയ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ അള്ളാഹു ഇറക്കിയത് എത്രയാണ്? 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. പിന്നെ ഇവിടെ പഠിക്കാനുള്ള എന്താണ്? ഇഹപര വിജയം. പിന്നെ ലക്ഷ്യം എന്താണ് കിതാബുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. അപ്പോൾ അത് ഓർത്തു വെക്കുക. അതെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ ഡേഷാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കലാമാണെന്ന്. പിന്നെ അപ്പോൾ എന്താണ് കിതാബുകൾ എന്ന് പഠിക്കുക. അതോടുകൂടി ഈ പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അൽ ഫുർഖാനുൽ അദീം. നമ്മുടെ കിതാബാണ് ഫുർഖാനുൽ അദീം അല്ലേ? ചോദ്യോത്തരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത്? വളരെ സിമ്പിളാണ്. നമ്മളെ പാഠത്തിന്റെ ഹെഡിങ് ആണ് അതിന്റെ ഉത്തരം. അൽ ഫുർഖാനുൽ അദീം. അല്ലെങ്കിൽ ഖുർആൻ എഴുതിയാലും മാർക്ക് കിട്ടും. ഖുർആൻ എഴുതുന്നത് എങ്ങനെയാണ്? ഖുർആൻ എഴുതുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? ഖുർആൻ അവതരണം പൂർത്തിയായത് 23 വർഷം. കണ്ടോ? 23. ഓർത്തു വെക്കുക. 23. 23. 23. 23.
അടുത്തത് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്കാണ് ഖുർആൻ മാർഗനിർദ്ദേശം? ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട് പഠിച്ചു? ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്കാണ് ഖുർആൻ മാർഗനിർദ്ദേശം? ഇതാ, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. പഠിച്ചില്ലേ? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. പഠിച്ചു. അടുത്തത് ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ. അത് പുറത്തു വെക്കുക, പരീക്ഷയ്ക്ക് വരാൻ വീണ്ടും സാധ്യതയുണ്ട്. ഒരുപാട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടത്. എന്തൊക്കെയാണ്? ഖുർആനെ നാം ബഹുമാനിക്കണം, അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ഖുർആന്റെ മേലെ ഒന്നും വെക്കരുത്. അങ്ങനെ ഇതായാലും മാർക്ക് കിട്ടും. ഒന്നും വെക്കരുത്. അടുത്ത് ശുദ്ധി കൂടാതെ അതിനെ തൊടുവാനോ ചുമക്കാനോ പാടില്ല. പിന്നെ അതിൻ്റെ നേരെ കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. നിയമാനുസൃതമല്ലാതെ അതിനെ ഓതാനും പാടില്ല. അങ്ങനെ കുറേ ഉണ്ട്. അടുത്ത് ഇന്നാ നഹ്നു ഡാഷ്. എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. എന്താ അർത്ഥം? നിശ്ചയം. ഇതൊക്കെ നേരത്തെ പഠിച്ചവർ പഠിച്ചാൽ മതി, പുതിയതൊന്നും തലേന്ന് ഇരുന്ന് പഠിക്കരുത് കേട്ടോ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അത് കാണാതെ പഠിക്കുക കേട്ടോ. അടുത്ത് ഇവിടെ പഠിക്കാനുള്ള എന്താണ്? 23 വർഷം കൊണ്ടാണ് അത് പഠിച്ചു. പിന്നെ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും. എന്താ? അള്ളാഹു ഇറക്കിയ ഡാഷ് ഏറ്റവും ശ്രേഷ്ഠമായത് വേദഗ്രന്ഥങ്ങളിൽ. അത് കാണാൻ പഠിക്കുക. വേദഗ്രന്ഥങ്ങളിൽ. പിന്നെ മറ്റു കിതാബുകൾ എന്തായിരുന്നു? ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. മനസ്സിലായോ? എന്താ വേണ്ടി? മറ്റു കിതാബുകൾ എങ്ങനെയായിരുന്നു? ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു. അത് പഠിച്ചു. പിന്നെ അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തുകളും നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. അപ്പോൾ ഇത് പഠിക്കുക. എന്ത്? പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. അങ്ങനെ വരും ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ ഒരാൾക്കും കഴിയുകയില്ല. എന്ത്? ഒരു മാറ്റവും വരുത്താൻ. അത് കാണാൻ പഠിക്കുക. ഒരു മാറ്റവും വരുത്താൻ. അടുത്ത പാഠമാണ്. പാഠത്തിന്റെ പേര് പ്രവാചകന്മാർ. അല്ലേ? ചോദ്യോത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രവാചകന്മാർ ആരാകുന്നു പ്രവാചകന്മാർ? കുറച്ച് വലുതാണ് കേട്ടോ, കുറച്ച് കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹി മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ. കുറച്ച് കടുപ്പുണ്ട്, കുറച്ച് വലുതുമാണ് അല്ലേ? നന്നായി പഠിക്കുക, കുറേ വട്ടം ചൊല്ലി പഠിക്കുക. വേറെ വഴിയൊന്നുമില്ല, വേറൊരു വഴിയില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹി മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് പ്രവാചകൻ. നേരത്തെ നമ്മൾ കിതാബുകൾ എന്താ പഠിച്ചില്ല, അതേപോലെ. അടുത്ത് മുർസലുകൾ ആരാകുന്നു മുർസലുകൾ? ഇതാ, നിയമ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുർസലുകൾ. എന്താ പഠിക്കണ്ടേ? നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുർസലുകൾ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, നബിമാരുടെ 3 വിശേഷണങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അള്ളാഹുവിൻ്റെ വിശേഷണം ഒരു പാഠത്തിൽ പഠിച്ചു, മലക്കുകളെ വിശേഷണം പഠിച്ചു, ഇപ്പം നമ്മൾ നബിമാരുടെ വിശേഷണം പഠിക്കുന്നു. അപ്പോൾ ഇത് 3 മിക്സാക്കി തന്നിട്ട് വേർതിരിക്കാനും വരും. ഉറക്കമോ ക്ഷീണമോ ഇല്ല, അതൊക്കെ നബിൻ്റെ ആണോ മലക്കിൻ്റെ ആണോ, അങ്ങനെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നബിമാരുടെ പ്രത്യേകത? സത്യം മാത്രമേ പറയൂ. പിന്നെ വിശ്വസ്തരും നല്ല ബുദ്ധികൂർമ്മതയുള്ളവരും, നുബുവത്തിന് മുമ്പും ശേഷം അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല. പഠിച്ചോ? എന്താണ്? സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തർ. ഇതൊന്നും മലക്കളെ പറ്റി പറയരുത് കേട്ടോ. മലക്കൾക്ക് നമ്മൾ വേറെ തന്നെ പഠിച്ചു. ഉറക്കമോ ക്ഷീണമോ ഇല്ല, പിന്നെ എന്താണ് തീറ്റയും കുടിയും ഇല്ല, അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് മലക്കളെ പറ്റിയുള്ളത്. പക്ഷേ നബിമാരെ പറ്റി അങ്ങനെയല്ല. സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധികൂർമ്മത ഉള്ളവരുമാണ്. നുബുവത്തിന് മുമ്പ് ശേഷം അവരിൽ നിന്ന് ഒരു തെറ്റും ഡാഷ് സംഭവിക്കുന്നതല്ല. ഇത് കാണാൻ പഠിക്കണേ, സംഭവിക്കുന്നതല്ല. അടുത്ത ചോദ്യം, അടുത്ത് ഒരു തെറ്റും സംഭവിക്കാത്തവരാണ് അവർ. ആര്? നബിമാർ. അടുത്തത് ഉലുൽ അസ്മുകളുടെ എണ്ണം. അപ്പം നമ്മൾക്ക് ഇവിടെ പഠിക്കണം. അമ്പിയാക്കളെ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? മുർസലുകൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉലുൽ അസ്മുകൾ. പഠിച്ചില്ലേ? അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകൾ, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മുകൾ, ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഉലുൽ അസ്മുകൾ എത്രയാണ്? ഇതാ ഉലുൽ അസ്മുകളെ പെട്ടി 5 എണ്ണമാണ്. അപ്പോൾ എത്രയാണ് ഉത്തരം?
5. അമ്പിയാക്കൾ എത്ര? മുർസലുകൾ എത്ര? മുർസലുകൾ 313 അല്ലെ. അമ്പിയാക്കളോ 1,24,000 പരം അല്ലെ. ഇതാ അള്ളാഹു 1,24,000 നബിമാരെ അയച്ചിട്ടുണ്ട്. അവരിൽ 313 പേരാണ് മുർസലുകൾ. അവരിലെല്ലാം നാം എന്ത് ചെയ്യണം? ഡാഷ് വിശ്വസിക്കണം. പിന്നെ അവർ ചിലർക്ക് അള്ളാഹു ഡാഷും നൽകിയിട്ടുണ്ട്. കിതാബുകളും ചിലർക്ക് ഏടുകളും നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ സിമ്പിളാണ്. ഇനി ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പാട്ടുണ്ട്. നൂഹും വ ഇബ്രാഹീമു മൂസാ കലീമുഹു ഫഈസാ വ ത്വാഹാഹും ഉലുൽ അസ്മി ഫഅലമി. ഉലുൽ അസ്മിനെ കുറിച്ചുള്ള പാട്ടാണ്. ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. പരീക്ഷ ടഫാണെങ്കിൽ അതൊക്കെ വരും. അടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനെ കുറിച്ചുള്ള പാട്ടാണ് അല്ലേ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സൃഷ്ടികളിൽ അത്യുന്നതർ ആരാകുന്നു? നിങ്ങൾ മലക്കുകളൊന്നും എഴുതരുത് കേട്ടോ, നബിമാരൊന്നും എഴുതരുത്. എന്താ എഴുതേണ്ടത്? സൃഷ്ടികളിൽ അത്യുന്നതർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഉത്തരം തെറ്റിക്കും. പല കുട്ടികളും ഈ ചോദ്യത്തിന് ഉത്തരം തെറ്റിക്കും. സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതർ ആരാണ് ചോദിച്ചാൽ ചില കുട്ടികൾ അള്ളാഹു എഴുതി വെക്കും. അത് പൊട്ട തെറ്റാണ്. നമ്മൾ പാഠത്തിന്റെ ഹെഡിങ് ആണ് അതിന്റെ ഉത്തരം. സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതർ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉത്തരം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് നിങ്ങൾ സ്വാദ എഴുതിയാൽ മതി. അതിനൊന്നും നിങ്ങൾ ആരും പിടിക്കാൻ പോകണില്ല, പോലീസ് പിടിക്കൂല കേട്ടോ. അടുത്തത്, മുൻകഴിഞ്ഞ പ്രവാചകർ അയക്കപ്പെട്ടത് ആരിലേക്കാണ്? ഇതാ മുൻകഴിഞ്ഞു പോയ പ്രവാചകരെല്ലാം നബിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എവിടെ? പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവരാണ്. പഠിച്ചില്ലേ? പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവർ. അടുത്തത്, സർവരിലേക്കും അയക്കപ്പെട്ട പ്രവാചകൻ. വെരി വെരി സിമ്പിൾ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനിയോട് വേറെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നബിയുടെ വരവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ആര്? മുൻകഴിഞ്ഞ പ്രവാചകന്മാർ. അതൊക്കെ വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. തിരിച്ച് ചോദ്യം വന്നാലാണ് കുറച്ച് കണിയ. ഇപ്പം ഒന്നാമത് ഇനിയിപ്പോ ബാക്കിയുള്ള ചോദ്യം നോക്കാം നമുക്ക്. അടുത്തെന്താ? സർവ്വലോകത്തിനും ഡാഷ് നാം അയച്ചിട്ടില്ല. എന്താ പൂരിപ്പിക്കാന്? ഇതവിടെ ഉണ്ടായില്ല ഉത്തരം. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. അടുത്ത്, വരാനിരിക്കുന്ന ഡാഷ് അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. എന്താ? വരാനിരിക്കുന്ന പല കാര്യങ്ങളും അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. പഠിച്ചില്ലേ? വരാനിരിക്കുന്ന പല കാര്യങ്ങളും അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുടെ മിസ്സായതുണ്ട്, അത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൃഷ്ടികൾ അത്യുന്നതം നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടെ പഠിക്കാണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇത് രണ്ടും നിയോഗിക്കപ്പെട്ടവരാണ്. ഇവിടെ നിയോഗിക്കപ്പെട്ടവരുണ്ട് അല്ലേ. അപ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ എവിടേക്കാണ്? പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ. എന്നാൽ നമ്മുടെ നബിയോ സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും. ഇത് കാണാൻ പഠിക്കണേ. സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും. പിന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം നബിയെക്കുറിച്ച് ഡാഷ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഭേദങ്ങളിലെല്ലാം നബിയുടെ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇഹപര വിജയത്തിന് അനിവാര്യമായ മുഴുവൻ കാര്യങ്ങൾ നബി തങ്ങൾ പ്രബോധനം ചെയ്തിട്ടുണ്ട്. ഇതൊരു കേട്ട പരീക്ഷയ്ക്ക് വന്നതായി സംശയമുണ്ട്. ഇവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? പ്രബോധനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇഹപര വിജയത്തിന് അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രബോധനം ചെയ്തിട്ടുണ്ട്. പഠിച്ചില്ലേ? പ്രബോധനം. പിന്നെ അവിടുന്ന് പല കാര്യങ്ങളും ഡാഷ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. പിന്നെ പിൻപറ്റുകയും ഏറ്റവും കൂടുതലായി സ്നേഹിക്കുകയും മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. നബിനെ പിൻപറ്റണം അല്ലെ. അപ്പൊ പിൻപറ്റുക എന്നെങ്ങനെ എഴുതി നോക്കുക? നബി തങ്ങളെ പിൻപറ്റുകയും പിന്നെ സ്നേഹിക്കുകയും ചെയ്യണം. അടുത്ത പാഠം അൽ ഖബ്റു, ലാസ്റ്റ് പാഠം അല്ലേ. 8ാം പാഠം നമ്മൾ നോക്കിയല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എന്താണ് മരണം? ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം. പഠിച്ചില്ലേ? മരണം എന്നത് ഡാഷൽ എന്താ? നശിക്കലല്ല. മരണം എന്നത് നശിക്കലല്ല. ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം. മരണത്തിന് ശേഷമാണ് ഡാഷ് ശാശ്വതമായ ജീവിതം. ഇത് രണ്ടും പൂരിപ്പിക്കാൻ വരാൻ വളരെ പ്രധാനപ്പെട്ട. ഒന്ന് ശാശ്വതമായ എഴുതാൻ ശ്രദ്ധിക്കുക. ശാശ്വത എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. എന്താണ്? മരണത്തിന് ശേഷമാണ് ഡാഷ് ജീവിതം ശാശ്വതമായ. അടുത്തത് മരണത്തിന് ശേഷമാണ് ശാശ്വതമായ ഡാഷ് ജീവിതം. അടുത്ത ചോദ്യം, ശാശ്വതമായ ജീവിതം എപ്പോഴാണ്? മരണത്തിന് ശേഷമാണ്.
3 ചോദ്യം നന്നായി പഠിക്കുക. അടുത്തത് ശാശ്വതമായ ജീവിതം ഏതാണ്? കണ്ടോ, മരണത്തിന് ശേഷമാണ്. അടുത്ത് മയ്യത്തിനെ മറമാടിയ ശേഷം എന്ത് സംഭവിക്കും? എന്താ? മുങ്കർ നക്കീർ അലൈഹിസ്സലാം എന്ന 2 മലക്കുകൾ അവനോട് പല കാര്യങ്ങളും ചോദിക്കും. ശരിയായ ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കപ്പെടും. ഖബർ സ്വർഗത്തോപ്പാക്കപ്പെടും. ആർക്ക്? എന്താ ഉത്തരം? ശരിയായി ഉത്തരം പറഞ്ഞവർക്ക്. അത് പരലോകത്ത് വിശ്വാസപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോണത്. അത് ഇതാണ് പറഞ്ഞത്. അത് ഖബർ, മുങ്കർ നക്കീർ അലൈഹിസ്സലാം, ഖബർ, പിന്നെ എന്താണ് മഹ്ശർ, അങ്ങനെ എല്ലാം എഴുതാം. നോക്കിക്കോ, ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഉത്തരം പറയാതിരുന്നാൽ അവരുടെ ഖബർ ഡാഷ് നരകക്കുണ്ടാകും. ഈ നരകക്കുണ്ടാകും ആരുടെ ഖബർ? ഉത്തരം പറയാത്തവരുടെ. അടുത്ത് ഖബർ ജീവിതം, മഹ്ശർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം മുതലായവ എല്ലാം നാം വിശ്വസിക്കണം. ഇതെല്ലാം ഡാഷ് ആണ്, പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ്. അതാണ് ആ ചോദ്യം. പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ ഖബർ മുതൽ എഴുതുക. ആദ്യം ഖബർ ജീവിതം, അത് കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് എണീറ്റ് നമ്മൾ എവിടേക്ക് പോകും? മഹ്ശറിലേക്ക് പോകും. മഹ്ശർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീസാനിൽ, തുലാസിൽ തൂക്കും, മീസാൻ. അത് കഴിഞ്ഞ് ജയിച്ച് പരീക്ഷ പാസ്സായ എന്തായി? സിറാത്ത് പാലത്തിൽ സ്വർഗത്തേക്ക് പോകും. അപ്പോൾ സിറാത്ത്, പിന്നെ സ്വർഗമുണ്ട്, അപ്പുറത്ത് നരകമുണ്ട് മുതലായവ എല്ലാം നാം വിശ്വസിക്കണം. പഠിച്ചില്ലേ? പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ പഠിച്ചില്ലേ? അത് പഠിച്ചു. പിന്നെ ഇവിടെ പഠിക്കാനുള്ള എന്താണ്? ഒരു ജീവിതത്തിൽ മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണത്തിന് ശേഷം. അത് പഠിച്ചു. പിന്നെ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. ഇത് രണ്ടും പഠിക്കുക. ഒന്നില്ലെങ്കിൽ സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. ഒരു മയ്യത്ത് മറമാടപ്പെട്ടാൽ ഡാഷ് മുങ്കർ നക്കീർ അലൈഹിസ്സലാം എന്ന 2 മലക്കുകൾ അവരോട് പല കാര്യങ്ങളും ചോദിക്കും. അപ്പം നന്നായി പഠിക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് റിവിഷൻ പോയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വീഡിയോ പൗസ് ചെയ്തിട്ട് നന്നായി പഠിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓരോ പേജുകളും മറിച്ച് പോവേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ചോദ്യോത്തരങ്ങൾ നന്നായി നോക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും.